ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞതുപോലെ വല്ലാത്ത ചെലവുകൾ അത് ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വലിയൊരു വിഹിതം നീക്കി വെക്കേണ്ടി വരുന്നു. അപ്പോൾ വരുമാനം കണ്ടെത്താൻ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ ഭൂനികുതി കൂട്ടുന്നു, കിഫ്ബി പദ്ധതികളിൽ യൂസർ ഫീ വരാനുള്ള സാധ്യത അത് അടുത്ത ഒരു ഇരുട്ടടിയായി സാധാരണക്കാരനെ സംബന്ധിച്ച് മാറുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമാനമാണ്, പക്ഷേ അത് ജനങ്ങളുടെ ഒരു ജീവിതത്തെ അസ്വസ്ഥമാക്കുന്നോ അല്ലെങ്കിൽ ഇറുക്കുന്നതോ ആയ നിലയിൽ വരുമാനം കണ്ടെത്തിയുള്ള മുന്നോട്ട് പോക്ക് എത്രത്തോളം പ്രായോഗികമാണ്? കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ കാലാകാലങ്ങളിലായി അനുവർത്തിച്ചു പോരുന്ന കുറേയധികം പോളിസീസ് ഉണ്ട്. അതായത് വെൽഫെയർ ഓറിയന്റഡ് ആയിട്ട്, വെൽഫെയറിന് ആരും തന്നെ എതിരല്ല, വെൽഫെയർ ഓറിയന്റഡ് ആയിരിക്കണം, ക്ഷേമ പെൻഷനുകൾ ഉണ്ടായിരിക്കണം. പക്ഷെ ഈ ക്ഷേമ പെൻഷനുകളും നമ്മൾ എന്നിട്ട് എപ്പോഴും പോയി കോട്ട് ചെയ്യുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസിനെയാണ്. അപ്പൊ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ആക്ച്വലി നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് വരുമാനം വർദ്ധിപ്പിച്ചിട്ടാണ് അവിടെ ക്ഷേമം കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാനഡയിലോ മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലോ ക്ഷേമം കൊടുക്കുന്നത് അവിടുത്തെ വരുമാനം പെർ ക്യാപിറ്റ ഇൻകം കൂട്ടിക്കൊണ്ടാണ്. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇന്ത്യയിൽ വെച്ച് വളരെ മികച്ചതാണ്, പക്ഷേ നമ്മുടെ ജനസംഖ്യ വളരെ കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടും, നമ്മുടെ പൊതുവായിട്ടുള്ള ശരാശരി ആളോഹരി ഉപഭോഗവും കൂടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പുതുതായിട്ടുള്ളൊരു ധനസമാഹരണ ശേഷി അല്ലെങ്കിൽ വിഭവശേഷി, വിനിയോഗശേഷി വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നില്ല. കൺസംഷൻ കൂട്ടാനായിരിക്കാം ഒരുപക്ഷെ സർക്കാർ ജീവനക്കാരെ മൊത്തത്തിൽ സന്തോഷിപ്പിക്കാനും അവരെ കോൺഫിഡൻസിലെടുക്കാനും ഒരുപക്ഷെ ഇലക്ഷൻ വരുന്ന വർഷങ്ങളിൽ, ഈ വർഷവും ഇലക്ഷൻ ഉണ്ട്, അടുത്ത വർഷം ഇലക്ഷൻ ഉണ്ട്, അപ്പൊ അവരുടെ സന്തോഷം ആണ് ഗവൺമെന്റ് സന്തോഷം എന്ന രീതിയിൽ തന്നെയാണ് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിനെ അപ്രോച്ച് ചെയ്തതെന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. സന്തോഷം പകരുന്ന ഒരു ഹാപ്പിനെസ് ബജറ്റായി തന്നെ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ സർക്കാരിന്റെ തന്നെ അവസാനത്തെ ഏറ്റവും സമ്പൂർണ്ണമായ ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ MLA-മാരും ഒക്കെ പ്രതീക്ഷിക്കുന്നതാണ് ക്ഷേമ പെൻഷനിലൊക്കെ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും ചെയ്യാൻ കഴിയാത്ത, അങ്ങ് പറഞ്ഞ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്, അതൊന്നും ചെയ്യാൻ കഴിയാത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ സാമ്പത്തികമായി നില മെച്ചപ്പെടുന്നു എന്ന് പറയുന്നതിലൊന്നും വലിയ കഴമ്പുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യാൻ കഴിയും? ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം പെർഫോമൻസ് കുറച്ച് നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ. നമുക്ക് എങ്ങനെ നികുതി വരുമാനത്തിനൊപ്പം നികുതിയേതര വരുമാനവും എങ്ങനെ കൂട്ടി മുന്നോട്ട് പോകാനാകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയില്ല. അതിൻ്റെ ഒരു നിഴലല്ലേ ഈ ബജറ്റിലാകെ കാണുന്നത്? അല്ല, പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ ഇക്കണോമി ഇപ്പൊ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത്, ഇപ്പൊ ഈ ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് തവണ കോൺക്ലേവ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സെമിനാറുകളും കോൺഫറൻസുകളും കോൺക്ലേവുകളും ഒക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഈ കോൺക്ലേവിലൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അതും നല്ല കാര്യം തന്നെ. പക്ഷെ എവിടെയാണ് നമ്മൾ പോകുന്നത് എന്ന് നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. അതായത് ഇപ്പോഴും ഒരു റെഡ് ടേപ്പിസവും ബ്യൂറോക്രസിയും പഴയ രീതിയിലുള്ള അപ്രോച്ചുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് മിഷനറി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം റിയലൈസേഷനിലേക്ക് എത്തണമെങ്കിൽ താഴെത്തട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുണ്ട്. നമ്മളിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ പറ്റി പറയുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ആ റാങ്കിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റ് റാങ്കിങ് നിർത്തി, ഒരുപാട് വർഷങ്ങളായി നിർത്തി. അതിൽ ആസ്പയറിംഗ് സ്റ്റേറ്റിലെ നമ്പർ 1 ആയിട്ടാണ് കേരളം മാറിയത്. അത് ശുഭസൂചകമായി തന്നെ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഈ ശുഭസൂചകമായി നിൽക്കുന്ന ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഉയർന്ന റാങ്കിങ്ങിൽ വരുമ്പോൾ നമ്മൾ അതിന്റെ ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പ്രധാന പ്രശ്നം. രണ്ടാമത്, ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ IT പാർക്കുകളും റീജിയണൽ ഡെവലപ്മെന്റ് ഹബ്ബുകളും ഒക്കെ പറയുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ ചർച്ച എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും നമ്മളിത് പറയുന്നുണ്ട്, പക്ഷെ എന്താണ് ഗ്രൗണ്ടിൽ മാറുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സ്വാഭാവികമായിട്ട് പറഞ്ഞതാണ് നേരത്തെ ശ്രീ റോജി M. ജോൺ ഒക്കെ പറയുന്നു.